back to my YouTube channel. You're watching our YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എവിടെയാണെന്നല്ലേ നമ്മൾ വി ആർ ഗോയിങ് ടു വേളാങ്കണ്ണി ഗൈസ്. അപ്പോൾ വേളാങ്കണ്ണിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട്. ആരൊക്കെയാ? ബിജോങ്കി ഉണ്ട്, സിമാൻഡി ഉണ്ട്, അഖിൽ ചേട്ടനുണ്ട്, റെക്സി ആൻറ്റി ഉണ്ട്, അലക്സാണ്ടർ അങ്ങളുണ്ട്, പിന്നെ ചേച്ചിമാരുണ്ട്, പിന്നെ ഞാനും അപ്പനും അമ്മയും ചേട്ടനും ഗൈസ് ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും കൂടെ വേളാങ്കണ്ണിക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ് പാക്കിംഗ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഹോളിക്കമ്മിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മെയ് 6-ാം തീയതി വേളാങ്കണ്ണിക്ക് പോവാണ്. എന്ന് വെച്ചാൽ മറ്റന്നാളെ. ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ, പിന്നെ മൺഡേ എന്ന് വെച്ചാൽ 6-ാം തീയതി മെയ്. അപ്പോൾ ഗൈസ് നമുക്ക് പാക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ വേളാങ്കണ്ണിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ഹോളിക്കമ്മിനെ കഴിഞ്ഞല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഹോളിക്കമ്മിണി കഴിഞ്ഞപ്പോൾ തന്നെയാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഹൈലൈറ്റ്സ് ഗൈസ്. അപ്പോൾ പള്ളി പോകുമ്പോൾ എനിക്ക് ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റും ഗൈസ്. പണ്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ എല്ലാവരും എന്താണ് പാട്ട് വരുമ്പോൾ ഞാൻ ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. എന്നിട്ട് ഓക്സിജൻ സ്വീകരിച്ചിട്ട് മുട്ടുകൊടുത്തു. എനിക്കെന്തോ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞായിട്ട്, അമ്മേ അച്ഛൻ അമ്മക്ക് തരുമ്പോ എനിക്കും കൂടെ ഇച്ചിരി പിടിച്ചിരുന്നൊക്കെ. അപ്പൊ അമ്മ പറഞ്ഞു 2-3 വർഷം കഴിയട്ടെ അപ്പൊ തരാന്ന്. അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോ നമ്മളുടെ പാക്കിംഗ് ആണ്. അപ്പോ ഞാൻ കാണിച്ചത് എന്തൊക്കെയാ പാക്ക് ചെയ്യണേന്ന്. ഞാൻ പോകുമ്പോ ഇടുന്നത് ഒരു കാണിച്ചുതരാം. ഒരു പർപ്പിൾ അല്ലേ ഇത്. ഇതൊരു കളർ, ഈ കളർ എന്ന് പറയാൻ ബ്ലൂ ആണ്. ഒരു ബ്ലൂ കളർ പാന്റ് ആൻഡ് ഷർട്ടാണ് ഗൈസ് ഞാൻ ഇടുന്നത്. മനസ്സിലായി ഗൈസ്. അതാ ഇതാണ് പാന്റ്. ഇത് കണ്ടോ, പുതിയതാണ് ഗൈസ്. ഇപ്പൊ വേളാങ്കണ്ണി പോണ കാരണം ഞാൻ നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു. എൻ്റെ പപ്പ മേടിച്ചെന്നാണ് കുറെ വീട്ടിൽ കൊടുക്കാനുള്ള പാൻറ്റും ഷർട്ടും ഷോർട്സ് ഒക്കെ. ഞാൻ കാണിച്ചു തരാം. ഇത് മറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വേളാങ്കണ്ണി പോകുമ്പോൾ എനിക്ക് ഫുള്ളും ഞാൻ എടുക്കുന്നത് പുതിയ ഡ്രസ്സുകളാണ്. കാരണം ഹോളിക്കമ്മിയിലും കുറെ ഡ്രസ്സസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട് ഗൈസ്. ഹോളിക്കമ്മിൻ്റെ എല്ലാം വരും. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയത് ഷോർട്സ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പാന്റ് എന്ന് പറയുന്നത്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പാന്റ്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാന്റ് ആണ് ഗൈസ്. ആൻഡ് ദിസ് ഈസ് ദി ടോപ്പ്. ഈ ടോപ്പും തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഗൈസ് ദിസ് ഈസ് ദി ടോപ്പ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കണ്ടോ, ഇതാണ് ഗൈസ് ടോപ്പ്. അപ്പോൾ ഇതാണ് ടോപ്പ്. ഇത് രണ്ടുമാണ്, ഈ പാൻറ്റും ടോപ്പും കൂടെയുള്ള ഈ സെറ്റാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ എടുക്കുന്നത്. നമ്മൾ ട്രെയിനൊന്നും ബുക്ക് ചെയ്തില്ല. നമ്മൾ ആരെങ്കിലും ബുക്ക് ചെയ്യാറൊന്നുമില്ല. ഈ മുംബൈ പോയപ്പോൾ മാത്രമാണ്, മുംബൈയും ബാംഗ്ലൂരും പോയപ്പോൾ മാത്രമാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് എന്തായിരുന്നു, വെറുതെ നമ്മൾ ട്രെയിൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് കസിൻസ് ഉണ്ടായിരുന്നു, അവർക്ക് ട്രെയിനേ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് 2 പ്രാവശ്യം പോയതാണ് ഗൈസ്. അപ്പോൾ ഇനി വരുമ്പോൾ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. ഇതാണ്, ഇതൊരു പിങ്ക്, ഒരു പീച്ച് കളറാണ് ഗൈസ്. ഇത് പീച്ച് കളർ സെറ്റ് പാൻറ് 3/4 ആണ്. 3/4 അല്ല, ഒരു പാൻറ് അത് തന്നെ 3/4 പാൻറ്റും. അതേപോലെ തന്നെ ഷോർട്സ് ഇട്ടില്ല. കണ്ടോ, ഈ ഒരു പാൻറ്റും. പിന്നെ നമ്മൾ വേറെ അതിനെ കൂടെ വേറെ ചെയ്യുന്ന അതിൻ്റെ തന്നെ സെറ്റായിട്ടുള്ള ടോപ്പാണ് ഗൈസ്. കണ്ടോ, ഇത് രണ്ടുമാണ് നമ്മൾ വരുമ്പോൾ ഇടുന്നത്. അപ്പം അത് രണ്ടും മാറ്റി വെക്കാം. ഇനി അവിടെ ചെന്നിട്ട് ഇട്ട് നടക്കാൻ വേണ്ടി
ഗൈസ് അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഡേ കൊടുക്കാൻ വേണ്ടിയുള്ളത് അതായത് ഷോർട്സും അതുപോലെ ഇതിൻ്റെ ബനിയാനും ആണ് ഗൈസ്. സെറ്റാണിത് രണ്ടെണ്ണം. ഞാൻ അവിടെ ചെന്നിട്ട് ഉടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടി സമയമായി ഗൈസ്. അപ്പോൾ വരമ്പ് കൊടുക്കുന്നതാണിത്. വരമ്പ് അല്ല, ഇത് സെക്കൻഡ് ദിവസം നിൽക്കാൻ വേണ്ടി. ഇതും അതിൻ്റെ തന്നെ സെറ്റിൻ്റെ ടോപ്പുമാണ് ഗൈസ്. ഇനി നെക്സ്റ്റ് വലിയൊരു ടാസ്കിലേക്കാണ് ഞാൻ കിടക്കുന്നത്. പള്ളിയിൽ പോകാൻ വേണ്ടി, കറങ്ങാൻ വേണ്ടി, പുറത്തിറങ്ങാൻ വേണ്ടി ഡ്രസ്സ് വേണം. അതിൽ നമ്മൾ ഹോളി കമ്മ്യൂണിനെ ഗിഫ്റ്റ് കിട്ടിയതിൽ ഏതെങ്കിലും എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് കുറേ ഉണ്ട്, കാരണം ടാസ്ക്കാണിത്. പള്ളിപ്പം എന്തായാലും നല്ല കിടിലം സാധനം കൊടുക്കാം. എനിക്ക് ഒരു എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശിവപ്രിയ തന്ന ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനത് കണ്ടപ്പോൾ തന്നെ പുറത്തു പോയി കൊടുത്തത്. പിന്നെ അപ്പം നമുക്ക് പള്ളിയിൽ പോകുമ്പോൾ ഡ്രസ്സ് നോക്കാം. ഇത് ഇച്ചിരി ഡാർക്ക് കളറാണ് ഗൈസ്. ഇത് പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കണ്ട, നമുക്ക് വൈറ്റ് വല്ലതും കൊടുക്കാം പള്ളിയിൽ പോകുമ്പോൾ. ഇതേ വൈറ്റ്. ഇതൊരു ടോപ്പും പിന്നെ ഇതിലെ കുട്ടി തന്നെ ബ്ലാക്ക് ഇത് ഒരു ഗൈസ്. കുറേ തിരിച്ചാണ് ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയാണ് ഗൈസ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട, ഫുൾ വൈറ്റ് ഉള്ളത് വല്ലതും നോക്കാം. ബ്ലൂ ആൻഡ് വൈറ്റ് നോക്കാം. എൻ്റെ ഒരു ജീൻസിൻ്റെ അപ്പോൾ കുറേ ടോപ്സും ഉണ്ട്, അതിലേത് നോക്കാം. ഓക്കെ ഗൈസ്. നെക്സ്റ്റ് ഇതിൽ അമ്മയോട് സെലക്ട് ചെയ്യാൻ തന്നെ പറയാം. എനിക്ക് അമ്മയോട് അങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ. അതാ ഇതാണ് നെക്സ്റ്റ് ഉടുപ്പെന്ന് പറഞ്ഞാൽ. തിരിഞ്ഞു കണ്ട, ഇതാണ് നെക്സ്റ്റ് ഉടുപ്പ്. നല്ല ഉടുപ്പാട്ടോ, നല്ല ക്യൂട്ട് ഉടുപ്പാണ് ഇതൊക്കെ. ഞാൻ അമ്മനെ വിളിക്കാം. അമ്മ അമ്മ, എനിക്കിത് കൺഫ്യൂഷനാണ്. അമ്മ സെലക്ട് ചെയ്തിട്ടല്ലേ. അമ്മ. ഓക്കെ, അമ്മ അവിടെ ഇരുന്ന് പണിയിലാണ്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അമ്മ വരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇതാണ് ഗൈസ്. ഇത് ആര് തന്നതാണെന്ന് അറിഞ്ഞൂടാ. കുഞ്ഞുടുപ്പായി പോയി. ഇത് കണ്ടോ, മറ്റേ നല്ല ഉടുപ്പാണിത്. കുഞ്ഞുടുപ്പായി പോയി, പക്ഷെ ഉള്ളിൽ തുണിയുണ്ട്. അപ്പോൾ നമ്മൾക്കത് അമ്മ തയ്ച്ചു തരും. അപ്പോൾ ഇത് നമുക്ക് നാളൊരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പോകും. ആൻഡ് ഗൈസ്, ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ഇതും എൻ്റെ നല്ല ഫേവറേറ്റ് ആണ്. ഇത് ഇങ്ങനെ അയ്യോ എന്താ ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ് ഗൈസ്. ഫസ്റ്റ് തിരിഞ്ഞു പറഞ്ഞൊക്കെ പോയി ഗൈസ്. ഹൈര നല്ലതല്ലേ, നല്ലൊരു ഉടുപ്പാണിത്. നല്ല ക്യൂട്ട് ഉടുപ്പാണിത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് ഒരു ടോപ്പ്. ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ല, അത് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതാ ഒരു ടോപ്പുണ്ട്. പിന്നെയും വേറൊരു ടോപ്പുണ്ട് ഗൈസ്. ഇതിലേറെ പിന്നെയും ടോപ്പിന്റെ കളിയാണ് എനിക്ക്. വീണ്ടും ടോപ്പ് കിട്ടിയതാണ്, തോന്നിയതാണ്. എന്തൊരു ചൂടുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ അതോ തണുക്കുന്നുണ്ടോ? കമന്റ് ബിലോ ഗൈസ്. എനിക്കിവിടെ ചൂടെടുത്തിട്ട് മരിക്കുവാ ഞാനിവിടെ. അമ്മക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല, കാരണം അടുക്കളയിൽ കിടന്ന് പണിയും ചെയ്യുമല്ലേ. അമ്മക്ക് ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഞങ്ങൾ കുറെ നാളായി രാവിലെ ഇപ്പൊ ഒരു മേച്ചിടാറുണ്ട്. ഇപ്പൊ എന്തായാലും ബില്ല് വന്നിട്ടില്ല. ബില്ല് വരുമ്പോ എന്തായാലും നല്ല രസമായിരിക്കും. അപ്പൊ ഗായ്സ്, ഇനി നെക്സ്റ്റ് ഒന്നുമില്ല. അമ്മ വരട്ടെ, ഇതൊക്കെ കേൾക്കാനില്ല അടുത്തിടക്ക്. അമ്മ വരട്ടെ ഗായ്സ്. അമ്മക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹലോ, അമ്മ വന്നോ അമ്മേ? ഗായ്സ്, അമ്മ വന്നിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്ത് തരാം. ഫസ്റ്റ് പള്ളിയിൽ പോണത് കൊടുക്കാം. പള്ളിയിൽ പോകുന്നത് നമുക്ക് ഈ വൈറ്റ് ടോപ്പും പിന്നെ ഒരു ബ്ലൂ ജീൻസ് മിഡിയുടെ മിഡിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പൊ ഞാൻ ഈ ടോപ്പും ബ്ലൂ ജീൻസിന്റെ അത് രണ്ടും കൂടെ ഇട്ടാൽ നല്ല രസമായിരിക്കും. അത് രണ്ടും കൂടെ പള്ളിയിൽ പോകുമ്പോ ഇടാം.
ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് വൈകുന്നേരം കറങ്ങാൻ പോണമല്ലോ. അപ്പൊ ഇടാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പൊ എന്താണ് എടുക്കേണ്ടത്? എന്റെ ഇതില് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതാ ഇത് കൊടുക്കണം കറങ്ങാൻ പോകുമ്പോ. ഇത് എനിക്ക് അത് കൊടുക്കണം. ഏത് കൊടുക്കണം? എനിക്ക് കൺഫ്യൂഷൻ ആണ്. ശരിയാണ്. വൈകുന്നേരം ബീച്ചിന്റെ അവിടെ അല്ല രാത്രിയല്ല നമ്മൾ എല്ലായിടത്തും നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞോ എല്ലായിടത്തും നല്ല രസമായിരുന്നു. ഞങ്ങൾ രാത്രി 12 മണിക്ക് പോകണം. 12 മണിക്ക് ബീച്ചിന്റെ നല്ല കാറ്റാണ്. കാലൊക്കെ നനച്ചു. നല്ല ടേസ്റ്റ് രസമാണ്. ഇതും നല്ല ടോപ്പാണ്. ഇതും വേണമെങ്കിൽ ഒരു ടൈറ്റ്സ് ലെഗിൻസ് കൂട്ടിട്ടാ. എനിക്ക് ഉടുപ്പ് മതി. എനിക്ക് ഉടുപ്പ് വേണം. ഉടുപ്പ് മതി. നല്ല ഭംഗിയാണ് അല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇതാ നല്ല വൈകുന്നേരം നടക്കാൻ വേണ്ടിട്ട് ഫോട്ടോസിനൊക്കെ എടുക്കുമ്പോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ നല്ല എടുപ്പായിരിക്കും. പിന്നെ അതിനോട് ഇഷ്ടം അതിനെക്കുട്ടി ഒന്നില്ലെങ്കിൽ ഇത് ഇതും കൊള്ളാം. ചൂടെടുക്കണ ടൈപ്പാണ്. പക്ഷെ ഇതിട്ടാ നല്ല നേരത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നെല്ലാരും പറഞ്ഞ കളിയാക്കും. വിജോനോട് പറയല്ലേ? വിജോനോട് പറഞ്ഞ ഇപ്പൊ കളിയാക്കി കൊന്നു. മറ്റേ ഉടുപ്പിട്ടല്ല ശിവപ്രിയ നല്ല ഉടുപ്പായിരുന്നു. ക്യൂട്ടായിരുന്നു. നല്ല വാവായിട്ടുണ്ട്. എനിക്ക് ഇതില് ഇത് 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 വായോ അപ്പൊ ഗൈസ് കൺഫ്യൂഷൻ ആവുന്ന ഓക്കെ ഗൈസ്. ഇവിടെ ഉണ്ട്. ഇവിടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി മാത്രം പുറകെ കിടക്കുന്ന ഒരാള്. അവന്റെ പേരാണ് ഗൈസ്. അവന്റെ പേരാണ് ഗോഡ്വിൻ. അപ്പൊ ഗൈസ് ഞാൻ കൺഫ്യൂഷൻ ആയിട്ടോണ്ടിരിക്കാണ്. പേര് എടുക്കും. അമ്മ സ്ഥലത്തെ അത് ഞാൻ എടുക്കും. അയ്യോ അതൊട്ടും വേണ്ട. ചൂടായിരിക്കോട്ടെ. ഇതാവുമ്പോ പിന്നെ മറ്റേ കട്ടായ കറക്റ്റ് സാധനം ഇതായിരിക്കും ഭംഗി. ഹലോ ഹലോ തേച്ചക്ക ഇതെടുക്കാം. അപ്പൊ ഇത് വൈകുന്നേരം പോകുമ്പോഴല്ലേ? ഇവിടെ ഒരു കിളി പോയിരിക്കും. പണിയുണ്ടോ? അമ്മ പറ. നല്ലതാണിത്. നല്ലതാണല്ലേ? അത് നല്ലതാണ്. ഇത് നല്ലതാ. ഇത് നല്ലതാ. ഈ മൂന്നെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത്. കടപ്പുള്ളേ. അപ്പൊ അതില് ചൂട് ചിലപ്പോ നിനക്ക് കുറവ് അതായിരിക്കും. ഇത് അത്ര ചൂടെടുക്കൂല. ഇതൊട്ടും ചൂടെടുക്കൂല. പക്ഷെ അത് നേരിട്ട് ചൂടെടുത്താലും ഭംഗിയാണ്. ഇത് ഭംഗിയുണ്ട. ഇതും ഭംഗിയുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയില് വൈറ്റ് ഇത്രോള എന്തെങ്കിലും എടുക്കാം. ഫുൾ ടൈറ്റ്സ് ഫുൾ ടൈറ്റ്സ് ഉള്ളൂല. ചെറിയ ജീൻസ് ഉണ്ട്. ഫുൾ ജീൻസ്. അമ്മ ക്രിസ്മസിന് മേടിച്ചല്ലേ? പക്ഷെ അത് ഷെയ്പ്പേണ്ടി വരുന്നുണ്ടായിരുന്നു. ഇല്ല ഞാൻ ഇട്ടോക്കിയതാ. അമ്മ അല്ല ഗൈസ് എന്താണ് ലില്ലീസ് ഇല്ലേ? എവിടെയായിരുന്നു ലില്ലീസ്? എവിടെയായിരുന്നു പച്ചാളത്താണ് ലില്ലീസ് ഗൈസ്. പച്ചാളത്താണ് ലില്ലീസ്. അപ്പോൾ ഈ സെറ്റൊക്കെ മേടിച്ച ഞാൻ അവിടെ നിന്നാണ്. നല്ല സെറ്റൊക്കെ കിട്ടും. എല്ലാ സൈസുള്ളതുകൊണ്ട് അല്ലേ അമ്മ?
അപ്പൊ ഗൈസ് എനിക്ക് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മക്ക് ഇവളൊന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സെലക്ട് ചെയ്തേക്കണ ഞാൻ ഇത് രണ്ടുമാണ്. ഓപ്ഷൻ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും അല്ല, ഇത് രണ്ടുമാണ് അമ്മ സെലക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ പറയൂ ഗൈസ് ഏതാ വേണ്ടത്. കമന്റ് ഇടൂ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ കമന്റ് ഇടുക. അപ്പൊ അതനുസരിച്ച് അനു ഇട്ടോണ്ട് പോകുന്നതായിരിക്കും. ലിയോ 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 ലിയോ. രണ്ടും എടുത്തോ, തോന്നണ പോലെ ചിലപ്പോ കമന്റ് അങ്ങനെ വരും. അന്ന് ഇത് രണ്ടും എടുക്കാം അല്ലേ അമ്മ? ഇത് രണ്ടും എടുക്കാം നമുക്ക്. അമ്മ ഞാൻ ഗോവയിൽ ഇനി ഒരു ട്രിപ്പ് പോകും. ഗോവയിൽ പോണ്ടോ? ചെലപ്പല്ല പോണം. ഞാൻ സമ്മതിക്കത്തില്ല. ഏപ്രിൽ ഫുള്ള് പിന്നെ പോയി ക്ലാസ് ഉള്ള കാരണം എനിക്ക് ഫുള്ള് തകർക്കണം. തകർത്ത് പിന്നെ ജോങ്ങക്ക് നേരം കിട്ടണം, നേരം കിട്ടണം, എല്ലാവർക്കും ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും നേരം കിട്ടണം. ആർക്കും നേരമില്ല ഇവിടെ. ഞാനെപ്പോഴും ഫ്രീ ആണ്. ഇപ്പൊ എല്ലാ ബിസിയും അല്ല, എല്ലാ ഫ്രീയും മാറും, ബിസി ആവും. അപ്പൊ ഏറ്റവും കൂടുതൽ ബിസി അനുവായിരിക്കും. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത് ഓർക്കാപ്പുറത്തെ. ഇത് രണ്ടും എടുക്കാം ഇപ്പൊ തൽക്കാലത്തേക്ക്. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാരും കാണിച്ചു കൊടുക്കാം, എന്നിട്ട് ഇവരുടെ കമന്റ്സ് നോക്കാം ഏറ്റവും കൂടുതൽ ഏതാണ്, എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ ഗൈസ്. അത് ഇതിനെ കൂടെ മറ്റേ വൈറ്റ് ജീൻസ് കൊടുക്കാം. വേറെ വല്ലയിടത്ത് നമ്മ കൊടക്കനാലോ പോണ്ട, ചെലപ്പ ആ വഴി ചെലപ്പോ പോവും. ഇത് രണ്ടും എടുക്കണ്ടല്ല, എനിക്ക് ഒരെണ്ണം കൂടെ എടുക്കാലോ. എനിക്കിങ്ങനെ കുറെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, ഇത് പൊക്കിക്കൊണ്ട് പോവാനും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ഗൈസ്. അപ്പൊ നിങ്ങൾ വല്ല ട്രിപ്പും പോയിട്ടുണ്ട് അതും കൂടെ കമന്റ് ബിലോ ഗൈസ്. ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പാണ് വെക്കേഷൻ തുറന്നിട്ട് അല്ലേ. വെക്കേഷൻ തുറന്നിട്ട് ട്രിപ്പ് ഒന്നും പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പോയെങ്കിൽ ഞങ്ങൾക്ക് എല്ലാരും പോയിട്ടുണ്ടാവും. എല്ലാരും പോയിട്ടുണ്ടോ? ഞാൻ ചിലവരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കമന്റ് ഇടുക. എല്ലാരും കമന്റ് ഇടുക. പോയിട്ടെങ്കിൽ ആ സ്ഥലവും കമന്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഏറ്റവും നല്ല എന്താണ് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാം ഗൈസ്. അതെ 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 അതെ. അപ്പനോട് പറഞ്ഞ് സ്റ്റോപ്പ് എഴുതാം, എന്നിട്ട് പോണം. അതാണ് എന്റെ ആകെ ഈ മെയിലുള്ള ഒരിത് പ്ലാനിങ്. അപ്പൊ ഗൈസ് ഇനി ഇവരുടെ കൂടെ ചെയ്തിട്ട് ബാഗ് സെലക്ട് ചെയ്യാം. അമ്മ എടുക്കാനേ വണ്ടിയിൽ വെച്ച് നോക്കട്ടെ. വണ്ടിയിൽ വെച്ച് നോക്കിയിട്ട് അത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം പോണ വഴി ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫുഡ് വഴിയിൽ നിന്ന് കഴിക്കാനുള്ള ഒരിതുണ്ട്. അപ്പൊ ബാക്കിലെ സ്ഥലം വേണം. അത് ഒരു സീറ്റ് എടുത്തിട്ട് എനിക്ക് ഉറങ്ങണ്ടേണ്. വണ്ടി വിട്ട് ചെന്ന് നിക്കണ അവിടെ വരെ കിടന്നുറങ്ങും. ചില നേരം എണീറ്റിരിക്കും, അല്ലാത്തപ്പോ ഉറങ്ങിത്തീരുവാണ്. ശരി, എന്നാ നമുക്ക് പ്രഷർ ചാലഞ്ച് ചെയ്യാം. നമ്മ പോകുമ്പോ ആരാണ് ഉറങ്ങാതിരിക്കണത് അവർക്ക് പിന്നെ പോവാ. ടൂർ പോകുമ്പോ ആരും ഉറങ്ങാം. ഇപ്പൊ ഞാൻ ഉറങ്ങിയ അമ്മ എന്റെ വീഡിയോ എടുക്കും. ഇപ്പൊ അമ്മ ഉറങ്ങിയ ഞാൻ അമ്മന്റെ വീഡിയോ എടുക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവരും കമന്റ് ബിലോ ഗൈസ്. എല്ലാരും കമന്റ് വിടണം. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ വേളാങ്കണ്ണി ട്രിപ്പ് ആയിരിക്കും. അപ്പൊ എല്ലാരും ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കമ്മിങ് സൂൺ. ആൻഡ് കുർബാനക്കൊള്ളപ്പൻ്റെ അൺബോക്സിംഗ് വീഡിയോ, ബ്യൂട്ടി പാർലർ വീഡിയോ, അന്നത്തെ വീഡിയോ എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അത് കുറച്ച് വൈകുന്നതായിരിക്കും. അപ്പൊ എല്ലാരും wait of that videos guys. So many videos are coming. So now bye bye.